നിങ്ങളുടെ ആരാ ഈ സത്യശീലൻ? എന്റെ ആരുമല്ല സത്യശീലൻ. സത്യശീലൻ ഞാൻ തന്നെയാണ്. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അത് തന്നെയാണ് ഇപ്പൊ എന്റെ കുഴപ്പവും. അല്ല, ആധാറുണ്ടോ? ആധാറൊക്കെ ഉണ്ട്. തരൂ. അതില്ല, കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലാണേ. ഡ്രൈവിംഗ് ലൈസൻസോ? പിന്നെന്താ? അപ്പൊ അത് മതി. എല്ലാ വണ്ടി ഓടിക്കും ഞാൻ. 2 വീലർ ഓടിക്കും, 4 വീലർ ഓടിക്കും, 3 വീലർ ഓടിക്കും, ലോറി ഓടിച്ചു. പക്ഷെ അതൊന്നും കാര്യമില്ലായിരുന്നു മാത്രം. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇല്ലെങ്കിൽ അതിന് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടേ? വരുമാന സർട്ടിഫിക്കറ്റ് വേണം. വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യമില്ലാതെ എനിക്കറിയാലോ. അത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യമില്ല കേട്ടാ. സാധനം ഉണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് കൊടുക്കുക, കാര്യം നടക്കണേ. എന്ത് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കും. എന്താണ്? അതെന്താ വെച്ചാലേ, ഈ അപേക്ഷ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പേ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു? എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തരുമോ? വീട്ടിൽ നിന്ന് ആരും വേറെ വരാനില്ല ഇത് മേടിക്കാനായിട്ട്. വീട്ടിൽ നിന്ന് വരാനൊക്കെ ഉണ്ട്, വീട്ടിലാൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്ന കാര്യം. 2-3 സഹോദരങ്ങളുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞു, അവരൊക്കെ മാഷന്മാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഭാര്യമാരുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് കൃഷിപ്പണിയാ. 10ാം ക്ലാസ് പഠിച്ച സമയത്തൊക്കെ 10ാം ക്ലാസ് തോറ്റു തന്നെ പറയാം. മാർക്ക് കുറവായാലും പിന്നെ തോക്കുമല്ലോ. അപ്പോൾ പാടത്ത് പണിക്കാർക്കാൻ പറഞ്ഞു. അങ്ങനെ പാടത്ത് പണിക്കാൻ ഇറങ്ങി. പിന്നെ 2-4 പോത്ത് പയ്യ് അങ്ങനെ അതിൻ്റെ കൂടെ കെട്ടി പറഞ്ഞു. ഞാനിപ്പോൾ കൃഷിയിലാണ്. ഇപ്പം ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് എല്ലാവരും കൂടെ തിന്നും. അപ്പോൾ വരുമാനമൊക്കെ കുറവാണ്. അപ്പോൾ അവരൊക്കെ പറയണപ്പോൾ ഞാനൊരു പൊട്ടനാണെന്നാണേ. അല്ല, അതിപ്പോൾ പൊട്ടൻ തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വക പരിപാടികളൊക്കെ നിൽക്കുന്നത്. എല്ലാവരെയും ഇങ്ങനെ പോയിട്ടുള്ളൊരു പൊട്ടനാ. ഇതൊക്കെ പെട്ടെ. നിങ്ങൾ നേരത്തെ എന്തത് പറഞ്ഞല്ലോ, നമുക്ക് കാര്യത്തിലേക്ക് വരെ. അതെ, വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. ഇതെന്ന്